അസ്സലാമു അലൈക്കും. ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു മാവിൽ നിന്ന് 5 വെറൈറ്റി ദോശ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇതിൽ ദോശമാവ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലായിട്ടും ദോശമാവ് ഉണ്ടാക്കിയിട്ട് പൊന്തി വരാത്തവരുണ്ടെങ്കിൽ ഈ ദോശമാവ് തയ്യാറാക്കി നോക്കിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അത് നമുക്ക് ദോശമാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ ഈ ഒരു ക്ലാസ്സിന് 3 ഗ്ലാസ് പച്ചരി ഇവിടെ എടുത്തിട്ടുണ്ട്, വൈറ്റ് റൈസ്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണ് ഏത് കപ്പാണ് എടുക്കണം ആ കപ്പിനനുസരിച്ച് നിങ്ങൾ ഉഴുന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 3 ഗ്ലാസ് പച്ചരി എടുത്ത് ആ ഗ്ലാസ്സിന് തന്നെ ഞാനിവിടെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് ഉഴുന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്രിസ്പിനെസ്സും ബ്രൗൺ കളറും കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നല്ല കഴുകി വൃത്തിയാക്കി സ്റ്റോക്ക് ചെയ്ത വെച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് അരച്ചെടുക്കുന്നത്. ഇനി അതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ചാണ് അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറൊക്കെയാണ് അരച്ചെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഒറ്റയടിക്ക് വേഗം അരച്ചെടുക്കാം. പക്ഷേ മിക്സി നമുക്കാവുമ്പോൾ അത് നമുക്ക് കുറച്ച് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് ചൂടായി വരുമല്ലോ മിക്സിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ നിർത്തിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. വെള്ളമല്ലാതെ ലൂസായി അരച്ചെടുക്കരുത് കേട്ടോ. കുറച്ച് ടൈറ്റിൽ വേണം മാവ് അരച്ചെടുക്കാൻ. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാതും അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ അപ്പസോഡയും ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് കേട്ടോ ദോശമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിലവരൊക്കെ അപ്പസോഡയും ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ദോശമാവ് തയ്യാറാക്കൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ചെയ്ത മാതിരി തന്നെ ചെയ്ത് നോക്കിട്ടോ. ഷുഗർ അങ്ങനത്തെ പൊന്തി വരും. അപ്പോൾ ഈ തണുപ്പുള്ള ഭാഗങ്ങളിലൊക്കെയാണ് 24 മണിക്കൂറെങ്കിലും നിങ്ങൾ അരച്ചുകൊണ്ട് വെക്കണം കേട്ടോ. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരമാണ് അരച്ച് വെച്ചത്. രാവിലേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ 4 സ്പൂണ് മട്ടേരി ചോറാണ് യൂസ് ചെയ്തിട്ട്, ഞങ്ങൾ മട്ടേരിയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് മട്ടേരി ചോറാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ചോറ് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മാവെല്ലാം ഞാൻ ഇതിലോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കയ്യിലോ സ്പൂണൊന്നും ഉപയോഗിക്കരുത്, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കണം. നല്ല അടച്ച് വെക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് തുറന്ന് വെച്ചിട്ട് വേണം കേട്ടോ അടച്ച് വെക്കാൻ. കണ്ടില്ലേ, രാവിലെ ഞാൻ മാവൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടില്ല നല്ല ഉഷാറായിട്ട് പൊന്തി നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ മാവെല്ലാം. ഇനി ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. ഉപ്പ് ചേർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു വേറൊരു പാത്രം മാറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് മാവ് ഇതിൽ ദോശക്കല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ദോശ ചട്ടി അത്യാവശ്യം നല്ലൊരു ചൂട് വേണം കേട്ടോ. നന്നായിട്ടൊന്ന് നമ്മൾ മാവ് ചുറ്റിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. ഇനി ഇതിലോട്ട് ഞാൻ മുട്ട ദോശയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ചെറിയ കഷ്ണം വലിയുള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് ചപ്പിട്ടുകാണ്ട് അങ്ങനെ മിക്സ് ചെയ്തൊരു മുട്ട ദോശ കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. അതിലോട്ട് പാർന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തയ്യാറാക്കുന്നത് നെയ്ദോശയാണ്. അതിന് വേണ്ടി ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലോട്ട്. നന്നായിട്ട് നൈസായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം മാവ്. ഇതൊരു വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ സൈഡൊന്നും ആക്കി കൊടുക്കാം നെയ്യ്. ഇപ്പോൾ നല്ലതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര ബ്രൗൺ വേണ്ട വെച്ചെങ്കിൽ ചെയ്യേണ്ട കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ നെയ്യ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചട്ടിയിലൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത മാവ് ഒഴിച്ചുമ്പോൾ നമ്മൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ശീല കൊണ്ട് തോത്തിയെടുക്കും. അതിന് ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട് ഇവിടെ.
ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് പാർന്ന് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം നമുക്ക് മുട്ട. ഇനി ഇതിലോട്ട് ഒരല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായി പോകരുത്. നമ്മൾ ഓൾറെഡി മാവിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ അതിന് ഉപ്പ് കയറിയാൽ രസം കിട്ടില്ല. അങ്ങനെ നമ്മളെ ബുൾസൈ മുട്ട തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും പഞ്ചസാരയും നെയ്യൊക്കെ വെച്ചിട്ടുള്ളൊരു ദോശയാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കൊണ്ട് കുട്ടികൾക്ക്. പിന്നെ ഇതിലോട്ട് ഇനി നെയ്യ് കുറച്ച് തടവി കൊടുക്കുകയാണ്, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ തേങ്ങയും പഞ്ചസാരയും നെയ്യൊക്കെ ഇട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാട്ടോ, ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും നമുക്ക് ഈ ദോശ. അപ്പോൾ കുട്ടികൾക്ക് കറീൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ തന്നെ കുട്ടികൾ തിന്നോളും. ഇനിയിപ്പോൾ ചട്ടിയിൽ നെയ്യ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം വാർന്നെടുത്തിട്ട് ഒരു ടവൽ കൊണ്ട് നമുക്ക് തൂക്കിയെടുക്കാം. ഇനി നമ്മൾ സാധാ ദോശയായിട്ട് അവിടെ തയ്യാറാക്കുന്നത്. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ദോശ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്രിസ്പിയായി ബ്രൗൺ കളറായി നല്ല വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലിട്ട് ചട്നിയാണ്, തേങ്ങാ ചട്നിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബായ്.